എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ത്രീ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, സിക്സ് ഓഫ് സോർഡ്സ്. ഇന്ന് കൂടുതലും പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് പുതിയ എന്തെങ്കിലും ഒരു കലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളോ ഒക്കെ പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് എന്തെങ്കിലും ഒരു കല അഭ്യസിക്കണമെന്ന് ഉള്ളിൽ വളരെയധികം മോഹം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പല ആൾക്കാർക്കും അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങളത് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ പുതിയ ഒരു കോഴ്സിന് ചേരുവാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാരംഭമൊക്കെ വരെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾക്ക് ഇത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ഓൺ കോഴ്സൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണ്. ചിലപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോഴ്സുകളോ ടെസ്റ്റുകളോ ഒക്കെ പാസ്സാവാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് അതിന് പഠിക്കുവാനും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ നിങ്ങൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പരിശീലനം നേടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോഴ്സിലേക്ക് ചേരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരോടും കൂടി സഹകരിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ വർക്ക് പ്ലേസിൽ നിന്ന് മറ്റുള്ളവരുടെയും കൂടി ഒരു ജോലിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അവർക്ക് കൂടി വേണ്ടി നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ മാക്സിമം പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എന്ത് കഴിവുകളാണെങ്കിലും അതിനെ നിങ്ങൾ വളരെയധികം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം വളരെ സമൃദ്ധമായിരിക്കും എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ ഒരു ഉണർവുണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമ്പാദ്യത്തിൽ നിന്നും മണിയിൽ നിന്ന് ഏണിങ്സിൽ നിന്ന് നിങ്ങൾ നിശ്ചിതമായ ഒരു പെർസെൻറ്റേജ് ദാനധർമ്മങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം ഇങ്ങനെ ചെയ്യുക, അർഹരാണോ എന്ന് നോക്കിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പല ആളുകൾക്കും സാമ്പത്തിക സഹായം നൽകാനും ഉള്ള ഒരു ഉദാര മനസ്കത സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കറിയാവുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്.
പരസ്പരം പിന്തുണച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു മണി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരാനുള്ള ചാൻസ് ഉണ്ട്. ആരെങ്കിലും കടം മേടിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതോ എന്തെങ്കിലും ലോണുകൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടാനുള്ളതോ അങ്ങനെയൊക്കെയുള്ള ഒരു മണി നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇന്നുണ്ട്. അതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ സാമൂഹിക സേവനങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർമ്മയായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ടാവും. പല ആളുകൾക്കും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അതിനെ ചിലപ്പോൾ അനുവദിക്കാറില്ല. ചിലപ്പം സാമ്പത്തികമായിട്ട് ഉള്ള ഒരു പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒത്തു വരുന്നുണ്ടാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അതിനുള്ള ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യാനും സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്ലബ്ബുകളോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയറിൽ വളരെ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ വളരെയധികം സംതൃപ്തയായി കാണപ്പെടുന്നുണ്ട്. ജോലിയിൽ ചിലപ്പോൾ കൂടുതൽ ശമ്പളങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും സാമ്പത്തികമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു അതിനൊക്കെ നിങ്ങൾക്കൊരു സാമ്പത്തികമായ റിവാർഡ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹോബിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പാഷനും ഹോബിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നു. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഒരു നേട്ടം കിട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ആൾക്കാർക്കും ജോലി തിരക്ക് മൂലം പാഷനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ ജോലിയായിട്ട് സ്വീകരിക്കാനും അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനും നിങ്ങൾക്ക് പറ്റുന്നെന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം അതിനുള്ളൊരു തുടക്കമായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി, ഒരു ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു കലാപരമായ ഒരു പ്രകടനമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തി അത് എല്ലാവരുടെയും മുന്നിലും പ്രകടിപ്പിക്കാനുള്ള ഒരവസരങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. മറ്റുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതും സാമ്പത്തിക നേട്ടമാണ് കാണിക്കുന്നത്. ബിസിനസ്സിനൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം നിങ്ങളെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് വളരെയധികം എല്ലാ കാര്യങ്ങളും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വളരെ അച്ചടക്കത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നത്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ എക്സ്പീരിയൻസും സമന്വയിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണലിസം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. കാര്യങ്ങളെ വിലയിരുത്തുവാൻ, അതായത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെ വിലയിരുത്തിക്കൊണ്ട് ഇപ്പോഴേ പല പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ് അല്ലെ ഒരു
ഭാവിയിലുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം നടത്തുന്ന ചർച്ചകൾ, അതായത് ബിസിനസ് സംബന്ധമായ ചർച്ചകളോ ടോക്കോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, ബിസിനസ് കോൺവെർസേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ വിശ്വസിക്കുവാനും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാനും ചാൻസസ് കൂടുതലാണ്. പണമിടപാടുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കും നിങ്ങൾ ഇന്ന് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിനും കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ട്. 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. ഒരു പരിവർത്തനത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ പുതിയൊരു വെളിച്ചത്തിലേക്ക്, പുതിയൊരു പരിവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ട്രാവലാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തിരുന്ന പ്ലേസിൽ നിന്ന് മാറി വേറൊരു വർക്ക് പ്ലേസിൽ പോയി വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടോ ഒരു ട്രാൻസ്ഫറോ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം സംഭവിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഈ പരിവർത്തനം നല്ലതിന് വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള പരിവർത്തനമാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെ ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ചിലപ്പോൾ ഒരു വളരെ ടെൻഷനും പ്രശ്നങ്ങളിലൊക്കെ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾക്ക് വളരെ മനസ്സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നല്ല മാറ്റങ്ങളെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ചില ആൾക്കാർ ബന്ധങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത്രയും നാളും ആ ഒരു റിലേഷൻഷിപ്പോ ആ ഒരു വ്യക്തികളോടുള്ള ബന്ധമോ ഒക്കെ വേറൊരു ആംഗിളിൽ നിന്നാണ് കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവുന്നുണ്ട് അതല്ല, അതിന് നല്ലൊരു വശം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ നല്ലൊരു എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഉത്സാഹത്തോടും വളരെ ഊർജ്ജസ്വലതയോടും കൂടിയിരിക്കുന്ന ഒരു യൂത്തിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇന്ന് വളരെയധികം സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ സങ്കുചിതമായ കാര്യങ്ങൾ വിട്ടിട്ട് വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നു. അതായത് നിങ്ങൾ ചെറിയൊരു ഫോക്കസിൽ നിന്നിരുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറ്റി വലിയൊരു ഫോക്കസിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആശയവിനിമയം വളരെ വ്യക്തമായിട്ട് എല്ലാവരുടെ അടുത്തും നടത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ എനർജി നൽകുന്ന ഒരു ന്യൂസായിട്ടാണ് കാണുന്നത്. റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇന്നൊരു മടിയും കാണിക്കുന്നില്ല. എന്ത് കാര്യം ചെയ്യാനും റിസ്ക് എടുത്ത് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് വെല്ലുവിളികളെയും ധൈര്യമായി നേരിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു അത് നേടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രില്ലിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം. നിങ്ങളിന്ന് സ്വപ്നം കാണുന്നത്, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലെത്തുന്ന ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് നിങ്ങളിന്ന് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇന്നത്തെ ദിവസം മുന്നിലേക്ക് പോകുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു പ്രൊഫഷണലിസമാണ്. നിങ്ങൾ ഇന്ന് വളരെ പ്രൊഫഷണലായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത്. നേതൃത്വ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വയമേ നമ്മളൊരു നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരവസരം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കുവാനും അതിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല മറ്റുള്ളവരെയും കൂടി നിങ്ങൾ
ഈ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം ഇന്നർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നർ പീസ്, മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടുന്നുണ്ട്. വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളിന്ന് വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ വളരുന്നതിനൊപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എനർജി, പോസിറ്റീവ് എനർജി, നിങ്ങളത് സമൂഹത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും കൂടി അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഒരു സ്ത്രീയുടെ ഒരു അനുഗ്രഹം, അത് ചിലപ്പോൾ ദേവിയുടെ അനുഗ്രഹമാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വളരെയധികം ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ മരിച്ചുപോയ മദർ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ദേവിയുടെ അനുഗ്രഹം രണ്ടുമാവാം. എന്തായാലും ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ബ്ലെസ്സിങ്സ്, ഒരു മാതൃസ്ഥാനത്തുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മുഴുവൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ആണ്. ഇതിലെ എല്ലാ പോസിറ്റീവ്നെസ്സും നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.